നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കോമൺ ആയിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് വയർലെസ്സിന് റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളത്. പലപ്പോഴും വയർലെസ്സിനോ ആൻറ്റിനയ്ക്കോ ഒന്നും കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകണമെന്നില്ല. വളരെ വില കൂടിയതോ നല്ല ബ്രാൻഡിലുള്ളതോ ആയ സെറ്റ് മാത്രം വാങ്ങിയത് കൊണ്ട് മാത്രം റേഞ്ച് കിട്ടണമെന്നില്ല. അതിന് ഇൻസ്റ്റാളേഷൻ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങളിത് മുഴുവൻ കാണുക. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു പോവുകയല്ല, ചെയ്ത് കാണിക്കുകയാണ്. എല്ലാവർക്കും ടൂർസ് ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. വയർലെസ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ വയർലെസ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതോ ആയ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. മറൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നവരും ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സും എല്ലാവരും തന്നെ ഈ ഒരു കംപ്ലൈൻറ്റ് പറയാറുണ്ട്, റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളത്. പലരും ആദ്യം ആൻറ്റിനയുടെ കംപ്ലൈൻ്റ് ആകാമെന്ന് കരുതി ആൻറ്റിന മാറ്റി വെക്കും. എന്നിട്ട് രക്ഷയില്ലാതെ വരുമ്പോൾ ചിലപ്പോൾ സെറ്റിന് കംപ്ലൈൻ്റ് ആകാമെന്ന് കരുതി പുതിയ സെറ്റ് വരെ മാറ്റി വെച്ച ആൾക്കാർ എനിക്കറിയാം. പക്ഷേ അതും ശരിയാകാതെ വരുമ്പോൾ, അതായത് ആൻറ്റിനയും മാറ്റി സെറ്റും മാറ്റി ശരിയാകാതെ വരുമ്പോൾ പിന്നെ മനസ്സുമടുത്ത് ഉള്ള റേഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് പതിവ്. നല്ല റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഉപകരണം നല്ലതായിരിക്കണം. ഉപകരണം നല്ലതായിരിക്കണമെന്ന് പറയുമ്പോൾ ഒന്ന് വാക്കി ടോക്കിയോ അല്ലെങ്കിൽ വയർലെസ് ബേസ് സെറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ സെറ്റ് നല്ല സെറ്റായിരിക്കണം. 2, ആൻറ്റിന സൈഡ്, ആൻറ്റിനയും നല്ല പെർഫോമൻസ് ഉള്ള കംപ്ലൈൻ്റ് ഇല്ലാത്ത ആൻറ്റിന ആയിരിക്കണം. വിശദമായിട്ട് എല്ലാത്തിനെ പറ്റി പറഞ്ഞു തരാം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ നല്ല പവർ സപ്ലൈ ആയിരിക്കണം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആൻറ്റിന എവിടെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളതാണ്. നാലാമത്തേത് വെതർ കണ്ടീഷനുകളാണ്. ഓരോ കാരണങ്ങളെയും പറ്റി വിശദമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണമായിട്ട് ഞാൻ പറഞ്ഞത് സെറ്റ് ഡിവൈസ് നല്ലതായിരിക്കണമെന്നാണ്. ഈ ഡിവൈസ് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് നല്ല ടെക്നിക്കലാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ സെറ്റ് മേടിച്ചതാണെങ്കിൽ ആ ഡിവൈസ് നല്ലതായിരിക്കുമെന്നൊന്നില്ലെങ്കിൽ വിശ്വസിക്കാം. അതല്ല, ഡിവൈസിൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മറ്റൊരു ടെക്നീഷ്യനെയോ സമീപിക്കുന്നതായിരിക്കും ഡിവൈസ് നല്ലതാണോ എന്നറിയാനുള്ള ഒരു മാർഗം. ഇത് രണ്ടാമത്തേത് കോഡ്, അതായത് സെറ്റിൽ നിന്നും ആൻറ്റിനയിലോട്ട് കണക്ട് ചെയ്യുന്ന ആ വയർ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതൊരു പഴയ വയറുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനുപയോഗിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ RG213 ആണ്. സെറ്റിൽ നിന്ന് ആൻറ്റിനയിലേക്ക് ഉപയോഗിക്കേണ്ട വയർ RG213 ആണ്. RG213 എന്ന് പറയുന്നത് ഇതേപോലെ ഇത്രയും കോപ്പറുള്ള ഒരു വയറാണ്. നടുക്കിൽ കൂടെയും സിംഗിളല്ല, കുറേ കൂടുതൽ കമ്പികളുണ്ട്, മൾട്ടി സ്റ്റാൻഡാണ്. ഇത് ഷീൽഡും നല്ല ഗേജുള്ള ഷീൽഡായിരിക്കും. RG213 ഇത്തിരി സ്ട്രോങ്ങും ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ബെൻഡാവണ ഒന്നുമല്ല. ഇതൊരു കുറച്ച് സ്ട്രെങ്ത് ഉള്ള ഒരു കേബിളാണ് RG213. ഈ വയറിന് ഉപയോഗിക്കുക. കാണാൻ ഇതേപോലെ തന്നെയുള്ള RG11 എന്നും പറഞ്ഞിട്ടുള്ള കേബിൾ TV-ക്കാർ ഉപയോഗിക്കുന്ന ഒരു വയറുണ്ട്. ആ വയർ ഉപയോഗിക്കരുത്. ഇത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിന് ഇത്തിരി വില കൂടുതലാണ്, പക്ഷേ ഇത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ലോ കോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വയർ RG58 ആണ്. അതിന് ഇത്രയും വണ്ണം ഉണ്ടാവുള്ളൂ. ഇത് കുറച്ച് നല്ല ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഇതും ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫിഷിംഗ് ബോട്ടുകാർ അല്ലെങ്കിൽ മറൈൻ ആവശ്യങ്ങൾക്ക് RG58 സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. RG213യുടെ കോഡ് തന്നെയാണ് അവർ ഉപയോഗിക്കാറ്. അതിൻ്റെ കാരണം ഈ RG58 പെട്ടെന്ന് ഈ കടലിൽ ഭയങ്കര ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട്, ഉപ്പ് കാറ്റും കൊറോഷൻ ആവാൻ സാധ്യത ഭയങ്കര കൂടുതലായതുകൊണ്ട് RG58 ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് RG213 തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 2 കണക്ഷനാണ് ഇതിനുള്ളത്. ഒന്ന് ഈ പുറത്ത് കൂടെയുള്ള ഈ ഒരു ഷീൽഡ് കണക്ട് ചെയ്തേക്കണ ഈ കണക്ടറിൻ്റെ ഈ ബോഡിയും നടുക്കുള്ള ഈ പോയിന്റും.
നടുക്കുള്ള ഈ പോയിന്റും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടാവരുത്, ഇതും ഇതും തമ്മിൽ കണക്ഷൻ ഉണ്ടാവരുത്. അതായത് നടുക്കത്തെ കമ്പിയും ഇതും കൂടി ഒരു കാരണവശാലും ഷോർട്ട് ആവരുത്. ഈ ഗ്രൗണ്ടും തമ്മിൽ കണക്ഷൻ വേണം. ഈ നടുക്കത്തെ ഈ പോയിന്റ് തമ്മിൽ ഇതും ഇതും തമ്മിലും കണക്ഷൻ വേണം. ഇങ്ങനെ ഷോർട്ട് വരാനും പാടില്ല. ഈ ഒരു കാര്യമാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് രണ്ട് വിധത്തിൽ ചെക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒരു മൾട്ടിമീറ്ററോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്ററോ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. അതല്ല, ഇതിപ്പോൾ ഒരു ടെക്നീഷ്യൻ അല്ല, ഒരു കണ്ടിന്യൂ ടെസ്റ്റർ ഇല്ല, അല്ലെങ്കിൽ ഒരു മൾട്ടിമീറ്റർ ഇല്ലാത്ത ഒരാൾക്കും ടെസ്റ്റ് ചെയ്യാം. ഒരു ബേസ് സെറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു പവർ സപ്ലൈ എന്തായാലും ആളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആ സപ്ലൈ ഒരെണ്ണം ഇവിടെ, അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഇവിടെ, പോസിറ്റീവ് ടെർമിനലിൻ്റെ കണക്ഷൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡി സി ബൾബ് എൻ്റെ ലൈൻ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കത്തുമെന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടോ, മര്യാദക്ക് വർക്ക് ചെയ്യാനുണ്ടാന്ന് അറിയാൻ പറ്റും. ഇത് ഷോർട്ടാണെങ്കിലും ആ ബൾബ് കത്തില്ല, ഇത് ഓപ്പൺ ആണെങ്കിലും ആ ബൾബ് കത്തൂല. ആ ബൾബ് മര്യാദക്ക് കത്തിയാൽ ഈ വയർ ഓക്കെ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ആൻറ്റിന, അതായത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ആൻറ്റിന മേടിക്കുകയാണെങ്കിൽ അത് ഓൾറെഡി പലതരത്തിലുള്ള ടെസ്റ്റിങ് കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. നമ്മൾ പറയുന്ന ഫ്രീക്വൻസിയിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തായിരിക്കും അത് വരുന്നത്. ഇപ്പം മറൈനാണെങ്കിൽ മറൈൻ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കാൻ ഉള്ള വിധത്തിൽ അത് ഫ്രീക്വൻസി ട്യൂൺ ചെയ്ത് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആൻറ്റിനയാണെങ്കിൽ, നമ്മൾ ലോക്കലി വരുന്ന ആൻറ്റിനയാണെങ്കിൽ അതൊന്ന് SWR ചെക്ക് ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. അതിനൊരു SWR മീറ്റർ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊരു ടെക്നീഷ്യന് മാത്രമേ പറ്റുള്ളൂ. ഒരു സാധാരണ കസ്റ്റമറുടെ അടുത്ത് മീറ്റർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആൻറ്റിന ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സൗകര്യത്തിന് ആൻറ്റിന ഉണ്ടാക്കിയെടുക്കരുത്. അത് സെറ്റ് കംപ്ലൈൻ്റ് ആക്കാനും റേഞ്ച് കിട്ടാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ലോക്കലി മേക്ക് ചെയ്യുന്ന ഒരു ആൻറ്റിന ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ SWR ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഒരു ആൻറ്റിന മാത്രമേ ഉപയോഗിക്കാവൂ. SWR മീറ്റർ വെച്ച് ഒരിക്കൽ ചെക്ക് ചെയ്ത ഒരു ആൻറ്റിന അത് ഓക്കെ ആണെങ്കിൽ പിന്നെ അതിൻ്റെ SWR ചേഞ്ച് വരാൻ സാധ്യത ഒന്നില്ലെങ്കിൽ ആ ആൻറ്റിന ഡിഫക്റ്റീവ് ആയി കഴിയുമ്പോഴാണ്. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളത് ഏത് ആൻറ്റിനയാണ്, പല ടൈപ്പ് ആൻറ്റിനാസാണ് ഉള്ളത്. ഇപ്പോൾ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് ആൻറ്റിനയുണ്ട്, അതായത് ഷോർട്ടായിരിക്കില്ല. അതിൻ്റെ രണ്ട് കണക്ഷനും തമ്മിൽ ചെക്ക് ചെയ്താൽ ഷോർട്ടായിരിക്കില്ല, വെറുതെ ഓപ്പൺ ആയിരിക്കും. അങ്ങനെയുള്ള ആൻറ്റിനാസ് ഷോർട്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ സാധാരണ മൾട്ടിമീറ്ററോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂ ടെസ്റ്റർ വെച്ച് പറ്റുള്ളൂ. പിന്നെ ചില ആൻറ്റിനാസ് ഇലക്ട്രിക്കലി ഷോർട്ടാണ്. അത് ഈ സ്ലിം ജിം ആൻറ്റിന പോലത്തെ ആൻറ്റിനകൾ ഇലക്ട്രിക്കലി ഷോർട്ടാണ്. അപ്പോൾ അത് നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ടോ എന്ന് മാത്രം. ഓപ്പൺ ആണെങ്കിൽ അത് മര്യാദക്ക് വർക്ക് ചെയ്യില്ല, ഷോർട്ടാണോ എന്ന് മാത്രം നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിന ഏത് ആൻറ്റിനയാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്കത് SWR മീറ്റർ ഇല്ലാതെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ആൻറ്റിന ഒരിക്കലും നമ്മളിപ്പോൾ ഞാൻ നേരത്തെ RF കോഡ് ഒരു ബൾബ് കത്തിച്ച് DC ബൾബ് കത്തിച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ ആൻറ്റിന ഒരിക്കലും ചെക്ക് ചെയ്ത് നോക്കരുത്. കാരണം ഈ ഷോർട്ടായിട്ടുള്ള ആൻറ്റിന, സ്ലിം ജിം ആൻറ്റിന പോലത്തെ ആൻറ്റിന ആണെങ്കിൽ പോലും അത് ഉള്ളിൽ സ്പാർക്കായി കത്ത് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത് ചില ഇമ്പോർട്ടഡ് ആൻറ്റിനാസ് അതിൻ്റെ അകത്ത് ചില കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ DC വോൾട്ടേജ് കൊടുക്കുന്ന അവസരത്തിൽ ചില ഇതിൻ്റെ അകത്ത് കോയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഷോർട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആൻറ്റിന ഒരിക്കലും സപ്ലൈ കൊടുത്ത് DC കൊടുത്തോ AC കൊടുത്തോ ഒന്നും ടെസ്റ്റ് ചെയ്ത് നോക്കരുത്. മാക്സിമം മൾട്ടിമീറ്ററോ കണ്ടിന്യൂറ്റി ടെസ്റ്ററോ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ SWR മീറ്റർ ഉപയോഗിക്കുക. ഇതിനാവശ്യമായ പവർ സപ്ലൈ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ ബേസ് സെറ്റുകൾക്കും 13.8 വോൾട്ട് DCയിൽ വർക്ക് ചെയ്യുന്ന സെറ്റുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് പവർ വരുന്നത് 13.8 വോൾട്ട് DC ആയിരിക്കും. അപ്പോൾ നമ്മൾ വീടുകളിലോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ഹാമുകൾ ഉപയോഗിക്കുന്ന സമയത്ത്, ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അവർ വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ബാറ്ററിയിൽ നിന്ന് ലൈൻ എടുത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പവർ സപ്ലൈ മാത്രം. ഇതിൻ്റെ ആംബിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെറ്റിൻ്റെ വാട്ടേജ് അനുസരിച്ച് അതിൻ്റെ ആംബിയറിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ നമ്മളൊരു 25 വാട്ടൊക്കെയുള്ള ബേസ് സെറ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു 10 ആംബിയറെങ്കിലും ചുരുങ്ങിയതെടുക്കുന്ന ഒരു പവർ സപ്ലൈ ആയിരിക്കണം.
8 ആമ്പിയറൊക്കെ മതിയാവും. അപ്പോൾ ഒരു 2 ആമ്പിയറും കൂടി എക്സ്ട്രാ വരുന്ന ടൈപ്പ് പവർ സപ്ലൈ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഐക്കോമിൻ്റെ 2300 അല്ലെങ്കിൽ യാസുവിൻ്റെ 2900 2800 എന്നൊക്കെ പറയുന്ന സെറ്റുകളുണ്ട്. ആ സെറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 ആമ്പിയറിൻ്റെ കറണ്ട് എടുക്കും. 13.8 വോൾട്ട് 15 ആമ്പിയർ കറണ്ട് എടുക്കും. അപ്പോൾ സേഫ് ഒരു 20 ആമ്പിയർ കപ്പാസിറ്റി ഉള്ള ഒരു പവർ സപ്ലൈ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പോൾ കാറുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വാഹനങ്ങളിലോ അല്ലെങ്കിൽ മറൈൻ ആവശ്യങ്ങൾക്കോ, ഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബോട്ടിലാണെങ്കിലും അതിനകത്ത് DC സപ്ലൈ ഉണ്ടാവും. ഇപ്പോൾ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാറ്ററി അല്ലെങ്കിൽ കാറുകളുടെ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ഇതിൻ്റെ സോഴ്സായിട്ട് പവർ സോഴ്സായിട്ട് ഉപയോഗപ്പെടുത്താറ്. അപ്പോൾ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. പക്ഷെ അത് ഫുൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് എൻജിൻ സ്റ്റാർട്ടാണെങ്കിൽ ആ ഫുൾ ടൈം അത് ചാർജ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഇത് 13 വോൾട്ടിന് മേളിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾക്കിതിന് വേണ്ട ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 13.8 വോൾട്ടാണ്. അതൊരു 13 വോൾട്ടിന് മേളിലൊക്കെ ഉണ്ടാവും. അത്രയും മതി നമുക്ക് സത്യത്തിൽ, കുഴപ്പമില്ല. കുറച്ച് പോയിൻറ്റ് സംതിങ് വോൾട്ടിൻ്റെ കുറവേ ഉണ്ടാവുള്ളൂ. അത് വലിയ കുഴപ്പമില്ല. പിന്നെ ബാറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആംബിയർ അവർക്കൊരു വിഷയമായിരിക്കില്ല. ആംബിയർ വലിയ ബാറ്ററി ആയതുകൊണ്ട് അതിന് നമ്മളുടെ 20 ആമ്പിയറൊക്കെ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബാറ്ററിയിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ എൻജിൻ ഓഫ് ചെയ്തിട്ടിട്ട് ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചാൽ സെറ്റിൽ റിസീവ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. റിസീവ് ചെയ്യുമ്പോൾ 1 ആമ്പിയർ കറണ്ട് പോലും എടുക്കില്ല. ഒരു 1/2 ആമ്പിയർ കറണ്ട് ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാ സെറ്റുകളും റിസീവ് ആവും, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ 15 ആമ്പിയർ 20 ആമ്പിയറൊക്കെ കറണ്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ എൻജിൻ ഓഫ് ചെയ്ത് ഇട്ടുകൊണ്ട് ഇത് ഒരുപാട് നേരം PTT നെക്കി പിടിച്ച് സംസാരിച്ചാൽ ഇതിൻ്റെ ബാറ്ററി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബാറ്ററി മതി നമുക്കിത് ഉപയോഗിക്കാൻ. ഈ ഒരു ബാറ്ററി എന്നുള്ള കണക്ഷൻ എടുത്ത് കൊടുത്താൽ മതി. ഈ വോൾട്ടേജ് ഒരിക്കലും താഴ്ന്നു പോവുകയോ കൂടിപ്പോവുകയോ ചെയ്യാൻ പാടില്ല. ഒരു 12 വോൾട്ടിലൊന്നും താഴെ പോയാൽ മിക്കവാറും എല്ലാ സെറ്റുകളും ട്രാൻസ്മിഷൻ നടക്കില്ല. ഒരു പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ റിസീവ് ചെയ്യും, പക്ഷേ ട്രാൻസ്മിഷൻ നടക്കില്ല. പല സെറ്റുകളും നടക്കില്ല. നടന്നാൽ തന്നെ ഇപ്പോൾ ഐക്കോമിൻ്റെ 2300 പോലെയുള്ള സെറ്റുകൾ ഹാങ്ങായി നിൽക്കും. PTT ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ പിന്നെ PTT ബട്ടൺ നമ്മൾ കൈയെടുത്താലും സെറ്റ് അത് റിലീസ് ചെയ്യില്ല. PTT റിലീസ് ചെയ്യില്ല, കണ്ടിന്യൂസ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഓവർ ഹീറ്റ് ആവുകയും സെറ്റ് ബേണായി പോകാനും സാധ്യതയുണ്ട്. പിന്നെ യാസുവിൻ്റെ സെറ്റുകളാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഓഫായി പോകും. ഇപ്പോൾ ഈ മോട്ടറോളയുടെ ഒക്കെ ചില ബേസ് സെറ്റുകൾ വോൾട്ടേജ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ PTT ആവില്ല. അത് ഒരു നോയ്സ് ഉണ്ടാക്കിയിട്ട് അത് ആ PTT അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ വോൾട്ടേജ് എപ്പോഴും കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇപ്പം ഞാൻ പറഞ്ഞ വോൾട്ടേജ് ഒരു 12 വോൾട്ടിൽ താഴരുത്. പിന്നെ ഒരു 14.5 വോൾട്ടിന് മേളിൽ വന്നാലും പ്രശ്നമാണ്. ഈ വോൾട്ടേജ് കുറഞ്ഞു പോണതിനെക്കാട്ടിയും എപ്പോഴും കൂടുതൽ ഗുരുതരം വോൾട്ടേജ് കൂടിപ്പോയാലാണ്. വോൾട്ടേജ് കുറഞ്ഞു പോയാൽ റിസീവ് ചെയ്യാനൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ വോൾട്ടേജ് കൂടിപ്പോയാൽ വെറുതെ സെറ്റ് ഓണാക്കി ഇട്ടാലും മതി. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ സെറ്റ് ഓവർ ഹീറ്റായിട്ട് ബേണാവാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും ഹൈ വോൾട്ടേജ് വരരുത്. കറക്റ്റ് DC അല്ലാത്ത വോൾട്ടേജും വരരുത്. കറക്റ്റ് നല്ല ഫിൽട്രേഷനോട് കൂടി തന്നെ നമ്മൾ ഇതിന് ഇൻപുട്ട് സപ്ലൈ കൊടുക്കുക. നമ്മൾ ലോക്കലായിട്ട് കിട്ടുന്ന പല SMPSകൾ ഉപയോഗിക്കുമ്പോൾ പവർ സപ്ലൈക്ക് വേണ്ടി വീട്ടിൽ നിന്നുള്ള 230 വോൾട്ട് എടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ട് 13.8 വോൾട്ട് DC ആക്കുന്ന അവസരത്തിൽ ഒരു എക്സ്ട്രാ ഫിൽട്രേഷനും കൂടി ഇതിന് കൊടുക്കുന്ന നല്ലതായിരിക്കും. അതിൻ്റെ ഫിൽട്രേഷൻ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കറക്റ്റ് DC അല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നല്ല ഫിൽട്രേഷൻ കൊടുത്തിട്ട് ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പവർ സപ്ലൈ എന്ന സെറ്റിലേക്കുള്ള വയറാണ്. ഈ വയർ ഏതെങ്കിലും ഒരു വയർ കൊടുത്താൽ പോരാ. ഒന്ന് നമ്മൾ ഈ സെറ്റ് മേടിക്കുമ്പോൾ തന്നെ ഒരു വയർ, ഒരു പവർ കോഡ് അതിൻ്റെ കൂടെ കമ്പനി തരുന്നുണ്ട്. എല്ലാ സെറ്റുകൾക്കും അങ്ങനെ ഒരു പവർ കോഡ് ഉണ്ടാവും. അപ്പോൾ ആ വയറിൻ്റെ നീളം തന്നെ അതൊരു കമ്പനി ചിലപ്പോൾ ഒരു 1.5 മീറ്ററോ 2 മീറ്ററോ 3 മീറ്ററോ ഒക്കെ മാക്സിമം നീളത്തിലാണ് ആ പവർ കോഡ് തരുന്നത്. അപ്പോൾ ആ 3 മീറ്ററിനുള്ളിൽ തന്നെ, അതായത് ഈ നമ്മൾ ഈ പവർ സപ്ലൈയുടെ ആ സോഴ്സായിട്ട് ഉപയോഗിക്കുന്ന ആ സാധനം ഒന്നിൽ ബാറ്ററിയോ അല്ലെങ്കിൽ
ഒരു പവർ സപ്ലൈയോ അതിൽ നിന്ന് സെറ്റിലേക്കുള്ള ദൂരം ഈ ഒറിജിനൽ ആ പവർ കോഡിൻ്റെ നീളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് അത്രയും നിർത്താൻ പറ്റില്ല, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കണ ആ പവർ കോഡിന് ഒരു ഗേജ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഗേജിനെക്കാട്ടിയും ഒരു പടി ഗേജ് കൂടിയ വയർ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എത്ര നീളം ഈ വയറിന് കുറക്കാവോ അത്രയും നല്ലതാണ്. കാരണം നീളം കൂടുന്തോറും ഇത്ര ആംബിയർ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ ആദ്യമൊക്കെ മര്യാദക്ക് വർക്ക് ചെയ്താലും കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വയറുകൾ ഇത്ര നീളം കൂടുമ്പോൾ കുറച്ച് ആംബിയർ എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. പിന്നെ ഇപ്പോൾ വരുന്ന പല കേബിളുകളും പക്ക കോപ്പറല്ല, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വയർ തന്നെ ഉപയോഗിക്കുക. ലോക്കൽ വയറുകൾ ചിലത് അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. നമ്മളിപ്പോൾ മാഗ്നറ്റൊക്കെ വെച്ചാൽ അത് പിടിക്കണ അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പ് വയറുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് വില കുറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള വയറുകളൊന്നും ഇതിന് ഉപയോഗിക്കരുത്. നല്ല കറണ്ട് എടുക്കാൻ പറ്റിയ വയർ തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ പവർ സപ്ലൈയുടെ കാര്യം ഏതാണ്ട് നല്ല രീതിയിൽ ഓക്കെ ആയി. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോണ കാര്യം, മൂന്നാമത്തെ കാര്യം, അതായത് ആൻറ്റിന എവിടെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളതാണ്. ആൻറ്റിന എങ്ങനെയാണ് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം, അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മിസ്റ്റേക്ക് വരുത്തുന്നതും. ഈ ഒരു കാരണം കൊണ്ടായിരിക്കും ഭൂരിഭാഗം സെറ്റുകൾക്കും റേഞ്ച് ലഭിക്കാത്തതും. അപ്പോൾ ഈ ഒരു കാരണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ച് മനസ്സിലാക്കി തരാം. ഹായ്, സോറി, എല്ലാവരും ക്ഷമിക്കുക. വയർലെസ്സുകളുടെ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു വന്നപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് നീളം കൂടിപ്പോയി. എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഏതാണ്ട് 40 മിനിറ്റോളം, 40 മിനിറ്റ് കൂടുതൽ ലെങ്ത് ഉണ്ട് വീഡിയോന്. അതുകൊണ്ട് ആൻറ്റിന ഇൻസ്റ്റാൾ ചെയ്യുന്നതും വെതർ കണ്ടീഷനുകളുടെ കാര്യങ്ങളും അത് ഒരു പാർട്ട് 2 ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി അധികം വൈകാതെ വീണ്ടും കാണാം. ബൈ.